ഇപ്പോൾ ഹെ വിജയരാഘവൻ എം ടി അനുസ്മരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. മലയാളിയുടെ തീക്ഷ്ണമായ കരുത്തിൻ്റെ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അത് വ്യത്യസ്തങ്ങളായ മനുഷ്യ പ്രമേയങ്ങളെ അത് കൈകാര്യം ചെയ്തു. മലയാളി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ സ്വന്തം മുഖമല്ല കണ്ടുകൊണ്ടിരുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ഭാവങ്ങളെയായിരുന്നു. ആ ഭാവങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതാണ് എം ടിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലത്തെ വളരെ അടുത്ത ബന്ധം എനിക്ക് എം ടിയോടുണ്ട്. തുഞ്ചൻ പറമ്പിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്ന എം ടി എൻ്റെ എല്ലായ്പ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടു പോകുന്നതാണ്. വളരെ വലിയ സ്നേഹ വാത്സല്യങ്ങളാണ് എം ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ വലിയ ദുഃഖം വേറൊരിടത്തുണ്ട്. പിന്നെ വലിയ എഴുത്തുകാരനാണെങ്കിൽ വളരെയേറെ വായിക്കേണ്ടതുണ്ട്. ആ വായനയാകട്ടെ വിധാനങ്ങളില്ലാത്ത വായനയാവണം. ഇന്നത്തെ ലോകത്തിൻ്റെ അറിവിൻ്റെ അളവുകളെ പലതരത്തിൽ എഴുത്ത് നമുക്ക് പകർന്നു നൽകുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സന്ദർഭത്തിൽ. ആ നിലയിൽ വിശ്വസാഹിത്യം വായിച്ച് ആ സാഹിത്യ നന്മകളെ മലയാള സാഹിത്യത്തിന് പകർന്നു നൽകുകയും അതോടൊപ്പം കേരളത്തിൻ്റെ അനുഭവങ്ങളെ ചാലിച്ചേർക്കുകയും ചെയ്തു എം ടി. നമുക്ക് അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ? അത് സംശയമാണ്. എന്തായാലും വലിയ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ മലയാളിക്കൊപ്പം ഞാൻ ദുഃഖിക്കുക.